വലിയ ആളുകളുടെ ബാഹുല്യം കൊണ്ടല്ല ഈ സമരം ശ്രദ്ധേയമാകുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതിന് കാരണം കൊണ്ടാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. കാരണം ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആരോടുമല്ല യുദ്ധം. എല്ലാ ഭരണ സംവിധാനങ്ങളും ഈ റോഡ് തുറന്നു വരത്തക്ക വിധത്തില്, ഈ റോഡിന്റെ പുരോഗതി കിട്ടത്തക്ക വിധത്തില് ഇടപെടണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തെറ്റായ വിവരം കൊടുക്കരുത്. തെറ്റായ വിവരം കൊടുത്തുകൊണ്ട് ഈ നാടിനുള്ളവരെ ശിക്ഷിക്കരുത്. ഈ നാട്ടിൽ സഞ്ചാരം ആഗ്രഹിക്കുന്നവർക്ക് ഭീരങ്ങൾ കൊടുക്കരുത്. ആ റോഡെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇനി എന്നാണ് എന്റെ പണി നടക്കുക? ഇത്രയും പണി നടന്നിട്ടത് ഇനി ആവില്ലാത്ത മട്ടിൽ അത് നിന്നുപോയിരിക്കുകയാണ്. അതൊക്കെ ദയനീയമല്ലേ? അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കണം, അനുകൂലമായി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് നന്മയാക്കിയിട്ടുള്ള അവസരമാണ് സഹോദരങ്ങളെ. ഒരു നാട്ടിൽ ഒരുപറ്റം മനുഷ്യരെ ക്ലേശിക്കുമ്പോ ഞാൻ നന്മ ചെയ്യണമെന്ന് അവർക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ. അപ്പൊ അതിനുള്ള സ്നേഹം അഭ്യർത്ഥിക്കുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെടാൻ പറ്റുന്ന എല്ലാവരും സഹകരിച്ച് ഈ റോഡ് പണി എത്ര നടത്തത്തക്ക വിധത്തില് കാര്യങ്ങൾ നീങ്ങണം. അതിനായി ഒറ്റക്കെട്ടായി നീങ്ങണം. ഇവിടെ ആരോടും നമുക്ക് എതിർക്കാനൊന്നുമില്ല. ഇത് കോടതി വിധിയാണ്. പക്ഷെ കോടതി വിധി ഇങ്ങനെ വരാൻ കാരണം തെറ്റായ വിധത്തിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചതുകൊണ്ടാണ്. തെറ്റായി ബോധിപ്പിക്കാൻ നിർത്തണം. എന്നിട്ട് സത്ര നടപടി എടുക്കണം. എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട വേദികളിൽ ആ നടപടികൾ എടുത്തിട്ട് എത്രയും വേഗം ഈ പരിഹാരം കണ്ടെത്തുകയും ഈ റോഡ് പണി തുടങ്ങുകയും ചെയ്യണം. 14 കിലോമീറ്ററിന്റെ പേരില് കൊച്ചി ധനുഷ്കോടി റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടു പോകരുത്. ധീരബന്ധ വാളർ വരെയുള്ള അത്രയും സ്ഥലം ഒതുങ്ങി നിന്നതുകൊണ്ട് ഈ റോഡിന്റെ പണി നിന്നു പോകരുത്. 2 പുറമ്പൊക്കായിട്ട് 1936 സർ CP രാമസ്വാമി അയ്യരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയിൽ പുറമ്പൊക്കായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അത് പുറമ്പൊക്കായിട്ട് തന്നെ കണക്കാക്കി റോഡ് വികസനത്തിനെ വിട്ടുകൊടുക്കണം. അതിന് ചേർന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട വേദികളെ എടുക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട്